കോൺഗ്രസ് പാർട്ടിയുടെ മുഖത്തിന് കോട്ടം സംഭവിക്കും മുൻപേ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോൺഗ്രസിനെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. രാഹുൽ സഭയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന ചർച്ചകൾ പുറത്തു നടക്കുമ്പോൾ പാർട്ടിക്കകത്തെ ഭിന്നാഭിപ്രായങ്ങൾ തർക്കം തുടരുക തന്നെയാണ്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാനാവില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള അവകാശം എം.എൽ.എക്കാണ് എന്ന നിലയിൽ രാഹുലിനുണ്ട് എന്ന വാദം ഒരു വിഭാഗം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം യോഗം ചേരും. പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അക്കാര്യം രാഹുലിനെ ഞായറാഴ്ച അറിയിക്കും. രാഹുൽ സഭയിലെത്തിയാൽ സമ്മേളനത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിച്ച് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ഭരണപക്ഷം മുന്നിട്ടിറങ്ങുമെന്ന ചിന്ത കോൺഗ്രസിന്റെ നേതൃത്വത്തിനുണ്ട്. പോലീസ് മർദ്ദനമടക്കം സർക്കാരിനെതിരെ ഒട്ടേറെ വിഷയങ്ങളുള്ളപ്പോൾ ചർച്ചകൾ രാഹുലിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന സാഹചര്യം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ലൈംഗിക ആരോപണം നേരിടുന്ന ഭരണപക്ഷ എം.എൽ.എമാരെ ഉന്നമിട്ട് രാഹുലിനെ പ്രതിരോധം തീർക്കുന്ന പ്രതീതി സൃഷ്ടിക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായം. രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരാൾ പോലും ഇതുവരെ പോലീസിനെ സമീപിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടി തഴയുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് മറ്റൊരു വിഭാഗം. ഇക്കാര്യത്തിൽ സതീശൻ അനാവശ്യ കടുംപിടുത്തം കാട്ടുകയാണ് എന്നാണ് ഇവരുടെ പരാതി. എന്നാൽ രാഹുലിനെതിരെ ഇതുവരെ പുറത്തു വന്നതിനേക്കാൾ ഗുരുതരമായ പരാതികൾ നേതൃത്വത്തിന് മുന്നിൽ ഉണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. കേസിൽ നിയമപരമായി മുന്നോട്ട് പോകാനോ വെളിപ്പെടുത്തലുകൾ നടത്താനോ താല്പര്യമില്ല എന്നറിയിച്ച് നേതൃത്വത്തിന് മുന്നിൽ പരാതി അറിയിച്ചവരുണ്ട് എന്നാണ് നേതൃത്വത്തിലുള്ള ചിലർ സ്വകാര്യമായി തന്നെ പുറത്തുവിടുന്ന വിവരം. പരാതികൾ വ്യാജമായിരുന്നുവെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് അവയൊന്നും തന്നെ ഇതുവരെ നിഷേധിച്ചില്ല എന്നും ഇവർ ചോദിക്കുന്നുണ്ട്. രാഹുലിനെതിരായ പരാതികളിൽ ഉചിതമായ നടപടിയെടുക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശവും നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ചർച്ചയിലൂടെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തന്നെ പാർട്ടി തീരുമാനിച്ചത്. അതിന് പിന്നാലെ സതീശനെ ഉന്നമിട്ടുകൊണ്ട് സൈബർ ആക്രമണം ആരംഭിച്ചത് കോൺഗ്രസിനുള്ളിൽ ചർച്ചയായി. എത്ര ആക്രമിച്ചാലും രാഹുലിന്റെ കാര്യത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സതീശൻ ഇപ്പോഴുള്ളത്. സൈബർ ആക്രമണം ഷാഫി പറമ്പിലടക്കം ചില നേതാക്കളുടെ അറിവോടെയാണ് എന്ന പ്രചാരണം ചില കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിലും പാർട്ടി അത് തള്ളിക്കളയുകയാണ്. പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്ന് സതീശൻ ഇടപെട്ട് മുൻപ് പുറത്താക്കിയ ചിലർക്ക് ഇത്തരം പ്രചാരണങ്ങളിൽ പങ്കുണ്ടെന്നും ഷാഫിയും സതീശനും തമ്മിലുള്ള പോരാട്ടമായി ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമം അതിന് പിന്നിലുണ്ടെന്നും നേതൃത്വം കരുതുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ആൾബലത്തിൽ മുന്നിലുള്ള രാഹുലിന്റെ സൈബർ അനുകൂലികളും അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കാൻ രംഗത്തുണ്ട്.